മൂക്കിനോ ശരീരത്തിനോ കൂടുതൽ രക്തം വന്നാൽ ഒതു മുറിയുമെന്നായിരുന്നു. അതേ ഇമാം റഹ്മത്തുള്ളാഹിയോട് ചോദിച്ചു, ധാരാളം രക്തം വന്നിട്ട് ഒതു എടുക്കാത്ത ഒരാളെ താങ്കൾ തുടർന്ന് നമസ്കരിക്കുമോ എന്ന് ചോദിച്ചു. അത് അദ്ദേഹം പറഞ്ഞ മറുപടി, ഇമാം മാലിക്കിൻ്റെയും സയ്യിദ് ബിൻ മുസയ്യിബിൻ്റെയും പിന്നിൽ ഞാൻ എങ്ങനെ നമസ്കരിക്കാതിരിക്കുമെന്നാണ്. ഇതാണ് ജമാഅത്ത് ഇസ്ലാമി സ്വീകരിക്കുന്നത്. അഥവാ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് ചിലപ്പോൾ സുബൈക്ക് കുനൂത്ത് ഓതേണ്ട എന്ന അഭിപ്രായം ഉണ്ടായിരിക്കും. പക്ഷേ സുബൈക്ക് കുനൂത്ത് ഓതുന്ന ഒരു വിഭാഗത്തിൻ്റെ അടുത്തെത്തിയാൽ ജമാഅത്ത് ഒരാൾ ഇമാമിൻ്റെ പിന്നാണ് നമസ്കരിക്കുന്നതെങ്കിൽ തീർച്ചയായും അവിടെ കുനൂത്ത് ഓതും. അഥവാ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ അതാണ് പൂർവ്വകാല പണ്ഡിതന്മാർ സ്വീകരിച്ച്. ഇമാം അഹ്മദ് അംബർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനേക്കാളെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഒതു മുറിയുമോ ഇല്ലേ എന്നത്. രക്തം ഒലിച്ചാൽ, മൂക്കുന്നോ മറ്റോ രക്തം ഒലിച്ചാൽ ഒതു മുറിയും എന്ന അഭിപ്രായമുള്ള അദ്ദേഹം തന്നെ അങ്ങനെ ധാരാളമായി രക്തം ഒലിച്ച ആളുടെ പിന്നാലെ അയാൾ ഒതുടിക്കാതെ നിസ്കരിച്ചാൽ താങ്കൾ തുടരുമോ എന്ന ചോദ്യത്തിന് ഞാൻ എങ്ങനെയാണ് മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും സയ്യിദ് ബിൻ മുസയ്യിബിൻ്റെയും പിന്നിൽ തുടർന്ന് നമസ്കരിക്കാതിരിക്കുക, അവരുടെ അഭിപ്രായം മുറികയില്ല എന്നാണല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഏറെ ആദരവ് പുലർത്തുന്ന ആളായിരുന്നു. സുബഹി നമസ്കാരത്തിൽ കുനൂത്ത് ഓതുന്ന പതിവായിരുന്നു ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇറാഖിൽ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം സുബഹിക്ക് കുനൂത്ത് ഓതുകയുണ്ടായില്ല. അദ്ദേഹത്തോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചിലപ്പോൾ നാം ഇറാഖുകാരുടെ മദ്ഹബിലേക്ക് ഇറങ്ങി വരും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞ മറുപടി. അഥവാ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ അഭിപ്രായം സ്വീകരിക്കുക എന്നത് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്ന പുതിയ കാര്യമല്ല. അത് ലോക ഇസ്ലാമിക പണ്ഡിതന്മാർ എക്കാലവും സ്വീകരിച്ചതാണ്. പ്രമുഖ സലഫി പണ്ഡിതനായ ലോകം കണ്ട മഹാനായ പണ്ഡിതരിൽ ഒരാളായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, റമദാൻ മാസത്തിലെ നമസ്കാരത്തിൻ്റെ കാര്യത്തിലാവട്ടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കൃത്യമായ എണ്ണം നിർണ്ണയിച്ചെന്നിട്ടില്ല. എന്നാൽ അവിടുന്ന് റമദാനിലാകട്ടെ അല്ലാത്ത കാലത്താട്ടെ 13-ൽ കൂടുതൽ നമസ്കരിച്ചിരുന്നില്ല. എന്നാൽ അവിടുന്ന് റക്അത്ത് ദീർഘിപ്പിക്കുമായിരുന്നു. ഉമർ ഉബയ്യ് ഇബ്നു കഅബിൻ്റെ നേതൃത്വത്തിൽ അവരെ സംഘടിപ്പിച്ചപ്പോൾ അദ്ദേഹം അവർക്ക് നേതൃത്വം നൽകി നമസ്കരിച്ചത് 20-ഉം 3 റക്അത്തും വിത്റുമായിരുന്നു. റക്അത്ത് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ഖുർആൻ പാരായണം ചുരുക്കും. ഒരു റക്അത്ത് തന്നെ കൂടുതൽ ദീർഘിപ്പിക്കുന്നതിലേറെ മഅ്മൂമുകൾക്ക് സൗകര്യം അതാണ് എന്നതാണ് ഇതിന് കാരണം. പൂർവ്വഗാമികളിൽ തന്നെ ഒരു വിഭാഗം 40-ഉം 3 വിത്റും നമസ്കരിക്കുന്നവരായിരുന്നു. മറ്റു ചിലർ 36-ഉം 3 വിത്റുമാണ് നമസ്കരിച്ചിരുന്നത്. ഇതെല്ലാം സംഗതമാണ്. റമദാനിൽ ഈ രീതികളിൽ ഏത് സ്വീകരിച്ചാലും നല്ലത് തന്നെ. മജ്മു ഫതാവ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഭാഗം 2 പേജ് 272-273. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി തറാവീഹിൻ്റെ റക്അത്തിൻ്റെ കാര്യത്തിൽ ഇത്ര ഉദാരമായ നിലപാടുള്ളതാണുള്ളത് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്തരം കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ഒരിക്കലും തീവ്രമായ നിലപാട് സ്വീകരിക്കരുത് എന്നാണ്. കാരണം സഹാബികളുടെ കാലം തൊട്ട് ഒരിക്കലും അതിൽ ഇസ്ലാമിക സമൂഹത്തിലെ പണ്ഡിതന്മാർക്ക് ഏകോപിതമായ അഭിപ്രായമില്ല, വ്യത്യസ്തമായ അഭിപ്രായം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. ഷാ വലിയുല്ലാഹി ദഹ്ലവി തൻ്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ എഴുതുന്നു, പണ്ഡിതന്മാർക്കിടയിലുള്ള മിക്ക അഭിപ്രായ വ്യത്യാസങ്ങളും പ്രത്യേകിച്ച് അയ്യാമുത്ത് തശ്രീഖിലെ തെക്ബീർ, പെരുന്നാൾ ദിനങ്ങളിലെ തെക്ബീർ, ഇഹ്റാമിലുള്ളവൻ്റെ നിക്കാഹ്, ഇബ്നു അബ്ബാസിൻ്റെയും ഇബ്നു മസ്ഊദിൻ്റെയും തശഹുദ്, ബിസ്മി ആമീൻ എന്നിവ മെല്ലെ ചൊല്ലുക, ഇഖാമത്തിലെ വാചകങ്ങൾ ഒറ്റയായോ ഇരട്ടയായോ പറയേണ്ടത് തുടങ്ങിയ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത് ഏത് അഭിപ്രായത്തിന് പ്രാബല്യം നൽകണം എന്ന കാര്യത്തിൽ മാത്രമാണ്. ഒരു നിയമമാണെന്ന കാര്യത്തിൽ മുൻഗാമികൾ ഭിന്നിച്ചിരുന്നില്ല. രണ്ടിൽ ഏറ്റവും നല്ലതേത് എന്ന കാര്യത്തിലെ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടർ യൂസുഫ് ഖർളാവിയാണ് ഇത് ഉദ്ധരിച്ചത്. അഥവാ ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്തരം വിഷയങ്ങളിലെല്ലാം പൂർവികരായ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്നർത്ഥം. അതേ ഡോക്ടർ യൂസുഫ് ഖർളാവി തന്നെ എഴുതുന്നു, സഹാബികളിലും താബികളിലും അവർക്ക് ശേഷമുള്ളവരിലും ബിസ്മി ഓതുന്നവരും ഓതാത്തവരും ഉണ്ടായിരുന്നു. പരസ്യമായി ഓതുന്നവരും രഹസ്യമായി ഓതുന്നവരും ഉണ്ടായിരുന്നു. സുബഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നവരും ഓതാത്തവരും ഉണ്ടായിരുന്നു. കൊമ്പ് വെക്കുകയോ മൂക്കിൽ നിന്ന് രക്തം വരികയോ ഛർദ്ദിക്കുകയോ ചെയ്താൽ പുതുക്കുന്നവരും പുതുക്കാത്തവരും ഉണ്ടായിരുന്നു. ജന്നതിനെ തൊട്ടാലും സ്ത്രീകളെ വികാരവായ്പോടെ സ്പർശിച്ചാലും ഉളു മുറിയുമെന്ന് കരുതുന്നവരും മുറിയില്ലെന്ന് കരുതുന്നവരും ഉണ്ടായിരുന്നു. തീയിൽ ചുട്ട ഭക്ഷണമോ ഒട്ടകമാംസമോ ഭക്ഷിച്ചാൽ ഉളു പുതുക്കുന്നവരും അല്ലാത്തവരും ഉണ്ടായിരുന്നു. മുസ്ലിം ഐക്യം സാധ്യതയും സാധുതയും പുറം 54. അഥവാ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ സഹാബികൾക്കിടയിൽ താബികൾക്കിടയിൽ എക്കാലവും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ആ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയും അഭിപ്രായ വ്യത്യാസത്തെ അംഗീകരിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഈ കാര്യത്തിലുള്ള നിലപാട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിനെ അവസരവാദമെന്ന് ആക്ഷേപിക്കുന്നത് ശരിയല്ല. മുജാഹിദ് സഹോദരന്മാരും ഇത്തരം കാര്യങ്ങളിൽ ഒരേ ഏകാഭിപ്രായക്കാരല്ല എന്നതാണ് വസ്തുത. ഇത് യഥാർത്ഥത്തിൽ മുജാഹിദ് പണ്ഡിതന്മാർക്കിടയിൽ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ കുറിക്കുന്ന ഒട്ടേറെ
ഒട്ടേറെ ഉദ്ധരണങ്ങൾ നമുക്കിന്ന് ലഭ്യമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അതിൽ ജമാഅത്തെ ഇസ്ലാമി പുലർത്തുന്നത് പോലെ തന്നെ വ്യത്യസ്തമായ നിലപാട് പുലർത്തുന്ന മുജാഹിദ് സഹോദരന്മാരെയും ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കട്ടെ. ഗൾഫ് സലഫികൾ അതുപോലെ കേരളത്തിലെ മുജാഹിദുകളുടെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഏതൊരു ആരാധനാകർമ്മവും സ്വീകരിക്കപ്പെടണമെങ്കിൽ നിയത്ത് ഉദ്ദേശം അനിവാര്യമാണ്. നാം അതിനെ ഫർളായി നിർബന്ധമായി എണ്ണുമ്പോൾ ഗൾഫ് സലഫികൾ അതിനെ ഷർത്ത് നിബന്ധനയായി എണ്ണുന്നു. നമസ്കാരത്തിൻ്റെ റുക്കൂയിലും സുജൂദിലും നാം ദിക്റുകൾ ചൊല്ലാറുണ്ട്. പക്ഷേ അത് ചൊല്ലാൻ മറന്നുപോയാലോ നാം അതിന് പകരമായി സെഹ്വിൻ്റെ മറവിയുടെ സുജൂദ് ചെയ്യാറില്ല. ഗൾഫ് സലഫികൾ അത്തരം സന്ദർഭങ്ങളിൽ മറവിയുടെ സുജൂദ് ചെയ്യുന്നു. കാരണം അവരുടെ വീക്ഷണത്തിൽ റുക്കൂയ് സുജൂദുകളിലെ ദിക്റുകൾ വാജിബാത്തുകൾ നിർബന്ധമായവയാണ്. നമസ്കാരാനന്തരമുള്ള ദിക്റുകൾ പതുക്കെ ചൊല്ലണമെന്നും ഉറക്കെ ചൊല്ലൽ വിദഗ്ധാണെന്നും ഇവിടെ മുജാഹിദുകൾ പറയുന്നു. ഗൾഫ് സലഫികളാകട്ടെ നമസ്കാരാനന്തരമുള്ള ദിക്റുകൾ ഉച്ചത്തിൽ ചൊല്ലാനാണ് നബിചര്യ എന്ന് പറയുന്നു. ഒരു പള്ളിയിൽ സ്ഥിരമായി ഇമാം ഉണ്ടായിരുന്നാൽ പോലും മരിച്ചയാളുടെ ബന്ധുക്കൾ തന്നെ നമസ്കാരത്തിന് നേതൃത്വം നൽകണമെന്ന് നാം വാശി പിടിക്കുന്നു. ഗൾഫിലാകട്ടെ സലഫികൾ അതിന് സമ്മതിക്കുന്നില്ല. ആട്, കന്നുകാലികൾ മുതലായവയുടെ കാഷ്ടവും മൂത്രവും ഗൾഫ് സലഫികൾ അശുദ്ധമായി നജസായി കാണുന്നില്ല. ഈ വ്യത്യാസങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഷാഫി അംബലി മദ്ഹബുകൾ തമ്മിലുള്ള അന്തരങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും എന്ന് പറയുന്നത് മുജാഹിദ് സഹോദരന്മാർ തന്നെയാണ്. അപ്രകാരം തന്നെ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ്. അപ്പോൾ ചോദിക്കും, ഇതൊരു പക്ഷേ ഞങ്ങളിൽ നിന്ന് തെറ്റിപ്പോയ ഒരു ഗ്രൂപ്പുകാരുടെ പ്രചാരണമാണ് എന്ന്. എങ്കിൽ ഈ ഭിന്നത വരുന്നതിന് മുമ്പ് അഭിപ്രായ വ്യത്യാസമുള്ളപ്പോൾ ഇപ്പോഴത്തെ ഔദ്യോഗിക വിഭാഗത്തിലെ പ്രമുഖനായ പണ്ഡിതനായ അബ്ദുറഹ്മാൻ സലഫി അവതരിപ്പിച്ച ഒരു പ്രബന്ധത്തിനുള്ള ഉദ്ധരണം ഇങ്ങനെ വായിക്കാം. തറാവീൻ്റെ റക്അത്തുകളുടെ എണ്ണം, സ്ത്രീ ജമാഅത്ത്, വെള്ളത്തിൽ മന്ത്രിച്ചൂതൽ, രണ്ടാം ബാങ്ക്, പെരുന്നാളിൻ്റെ 2 ഖുത്ബ പോലുള്ള വിരലെണ്ണാവുന്ന ഏതാനും പ്രശ്നങ്ങളിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സലഫികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു വ്യതിയാനമല്ല. എന്ന് പറഞ്ഞാൽ തറാവീൻ്റെ റക്അത്തുകളുടെ എണ്ണത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, സ്ത്രീകളുടെ ജമാഅത്തുകളുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്, വെള്ളത്തിൽ മന്ത്രിച്ചൂതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്, രണ്ടാം ബാങ്കിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, വെള്ളിയാഴ്ചയിൽ പെരുന്നാളിൻ്റെ 2 ഖുത്ബയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇങ്ങനെയുള്ള പല കർമ്മശാസ്ത്ര വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന കാര്യം യഥാർത്ഥത്തിൽ 2 വിഭാഗം മുജാഹിദുകളും ഒരുപോലെ അംഗീകരിക്കുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ഒരിക്കലും സമൂഹത്തിൽ ഭിന്നത ഉണ്ടാവരുത് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട്. ഒരു കാര്യവും കൂടി ഇവിടെ സൂചിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു കുലത്തിൽ അഥവാ അഹ്ലുബൈത്തിൽപ്പെട്ട വ്യക്തി ആയി മഹദി വരുമോ ഇല്ലേ എന്ന കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യമുണ്ടായിരുന്നു. അതിന് മഹദി വരുമോ എന്നുള്ള മൗലികമായ കാര്യങ്ങൾ ഇവരെ ഗൾഫ് സലഫികളും കേരളത്തിലെ സലഫികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതാണ് വസ്തുത. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നത് അസ്വാഭാവികമായ ഒരു കാര്യമല്ല എന്നേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. മുജാഹിദുകൾക്കിടയിൽ ഇത്തരം ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എൻ്റെ കൈവശമുള്ള ഈ പുസ്തകം പ്രമുഖനായ മുജാഹിദ് സഹോദരൻ അബ്ദുസ്സലാം സുലൈമി സാഹിബ് എഴുതിയതാണ്. കേരളത്തിലെ പ്രമുഖരായ മുജാഹിദ് പണ്ഡിതന്മാർക്കുള്ള ഒട്ടേറെ കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം അദ്ദേഹം ഇവിടെ എടുത്തു ചേർത്തിട്ടുണ്ട്. അതിൽ മർഹൂം MCC അബ്ദുറഹ്മാൻ മൗലവിയുടെ അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ മർഹൂം MCC അഹമ്മദ് മൗലവിയുടെ അഭിപ്രായമുണ്ട്. മർഹൂം MCC അഹമ്മദ് മൗലവിയുടെ അഭിപ്രായം പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചാൽ അന്നത്തെ ളുഹർ പിന്നീട് നമസ്കരിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതുപോലെ അദ്ദേഹത്തിൻ്റെ ശരീഅത്ത് കിതാബ് പേജ് 52 പറഞ്ഞതാണ്. അതുപോലെ ജുമാ നമസ്കാരം നിർവഹിക്കേണ്ടത് ഉച്ചയ്ക്ക് മുമ്പാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നബിയും സഹാബാക്കളുടെയും ചര്യയിൽ നിന്ന് ജുമാ നമസ്കാരത്തിൻ്റെ സമയം പഠനവിധേയമാക്കുമ്പോൾ അതാണ് വ്യക്തമാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അഥവാ ളുഹറിൻ്റെ സമയത്തിന് മുമ്പാണ് ജുമാ നടത്തേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരം 2 നിർബന്ധമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി എന്നീ 5 നിർബന്ധമായ നമസ്കാരവും ഗ്രഹണ നമസ്കാരവും 2 ജുമാ നമസ്കാരവും പെരുന്നാൾ നമസ്കാരവും 2 ഉൾപ്പെടെയുള്ള 10 നമസ്കാരം സ്ത്രീക്കും പുരുഷനും ഒരുപോലെ നിർബന്ധമാണ്. അഥവാ ജുമാ എന്നത് സ്ത്രീകൾക്ക് നിർബന്ധമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ജമാഅത്ത് നമസ്കാരം ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും നിർബന്ധമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. ഇത് മറ്റ് മുജാഹിദ് പണ്ഡിതന്മാർക്ക് ഈ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുള്ളത്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് മറ്റ് മുജാഹിദ് പണ്ഡിതന്മാരിൽ നിന്ന് കർമ്മശാസ്ത്ര വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മർഹൂം MCC അബ്ദുറഹ്മാൻ മൗലവി തറാവി നമസ്കാരം 11 റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതെങ്കിലും സൗകര്യാനുസരണം വർദ്ധിപ്പിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. മരിക്കുന്നവരെ അദ്ദേഹത്തിൻ്റെ വീക്ഷണം അതായിരുന്നു. അത് MCCയുടെ സ്മാരക ഗ്രന്ഥത്തിൽ എഴുതിയ ലേഖനത്തിൽ വ്യക്തമാണ്. അപ്രകാരം മർഹൂം KM മൗലവി സാഹിബിൻ്റെയും അഭിപ്രായം ഇക്കാര്യത്തിൽ ഇത് തന്നെയായിരുന്നു. അഥവാ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ തറാവി നമസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ കാര്യത്തിൽ ഒരിക്കലും തീവ്രമായ നിലപാട് വേണ്ടതില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. മർഹൂം AK